നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പാകിസ്ഥാന്റെ നിരന്തര പ്രകോപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് തക്ക മറുപടി നൽകാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും രാത്രിയും രാവിലെയും 8 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇതിനിടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ വിശദമായ ചർച്ച ആവശ്യപ്പെട്ട് UN സുരക്ഷാ കൗൺസിലിനെ പാകിസ്ഥാൻ സമീപിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരുമായും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ വ്യോമ നാവിക സേനകൾ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചാലുടൻ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രത്യേകം കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചകളിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഉചിതമായ മറുപടി നൽകേണ്ടത് സൈനികരോടൊപ്പം തന്റെ കടമയും ഉത്തരവാദിത്വവും കൂടിയാണെന്നും രാഷ്ട്രം ആഗ്രഹിക്കുന്ന ശിക്ഷ ശത്രുക്കൾക്ക് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കും. ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകും. ഇന്ത്യയുടെ അതിർത്തികളെ സൈനികർ ഭൗതികമായി സംരക്ഷിക്കുമ്പോൾ ഭാരതത്തിന്റെ ആത്മീയ സത്തയെ നമ്മുടെ ഋഷിമാരും ജ്ഞാനികളും ചേർന്ന് സംരക്ഷിക്കുന്നു. ഇന്ത്യയുടെ ശക്തി അതിന്റെ സൈനിക ബലം മാത്രമല്ല, രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരവും ആത്മീയവുമായ പൈതൃകവുമാണെന്നും രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വഷളായിരിക്കുകയാണ്. പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് വ്യാപാര നയതന്ത്ര ബന്ധവും നിലച്ചത്. ഇരു രാജ്യങ്ങളും അതത് ഹൈക്കമ്മീഷനുകളിലെ നയതന്ത്ര ജീവനക്കാരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അട്ടാരി വാഗ അതിർത്തി അടച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്കു ഗതാഗതവും നിലച്ചു. ആക്രമണം നടത്തിയവരെ മാത്രമല്ല, അതിന്റെ സൂത്രധാരന്മാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കനത്ത ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.